ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ജി എസ് ബ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എമർജൻസി ആയിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്ക് കിട്ടിയ ഒരു വാർത്തയാണ്. നമ്മുടെ രേണുസുതി തൂങ്ങി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി ഒരാൾ അൻഷാദ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസ് ആദ്യം നമുക്ക് കേൾക്കാം അല്ലേ, എന്നിട്ട് സംസാരിക്കാം. രേണു ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെ. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എനിക്ക് തോന്നുന്നില്ല കേട്ടോ രേണുസുതി തൂങ്ങിയെന്ന് ഉള്ള കാര്യം കറക്റ്റാണ്, അത് സത്യസന്ധമായ ന്യൂസാണെന്ന് എനിക്ക് എന്തായാലും തോന്നില്ല. കാരണം നൂറുട്ടം കാര്യങ്ങളുണ്ട് രേണുസുതിയെ സംബന്ധിച്ച്. രേണുസുതിയെ ഈ ലോകത്ത് പറയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് വേണേൽ പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസും ഒരുപാട് അമ്മമാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടമില്ലാത്തവരാണ് അല്ലേ. അപ്പോൾ അവർക്ക് ഈ ഒരു ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്താണ് ഈ മനുഷ്യരെന്ന് പറയുന്നവർക്ക് മനുഷ്യത്വം ഉള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ച് ആ നെഗറ്റീവ് പബ്ലിസിറ്റി മാറി പോസിറ്റീവിലേക്ക് വന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ ഒരു ആത്മഹത്യ നാടകം ഭയങ്കര അഭിനയം തന്നെയാണ്. സത്യം പറഞ്ഞ ഓസ്കാർ അവാർഡ് രേണുവിന് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് പറയാനുള്ളത് ഓസ്കാർ അവാർഡ് രേണുവിന് തന്നെയാണ്, വേറെ ആർക്കും ഇവിടെ കിട്ടത്തില്ല. കാരണം അതെന്ന് പറയുന്ന ഈ ഒരു പ്രോയാണ് ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോ പുറത്തു വിട്ടത്. എന്തൊരു തൂങ്ങാനുള്ളവർ ആൾക്കാരെ കാണിച്ചിട്ടാണോ തൂങ്ങുന്നത്? എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുന്നതാണേ. സഹോദരിയുടെ ഭർത്താവാണ് വന്ന് രക്ഷിച്ചത് പോലും. ആ സഹോദരിയുടെ ഹസ്ബൻഡ് നോക്കി നിന്നിട്ടാണോ പോയി ഫാനിൽ കെട്ടി തൂങ്ങിയത്? എൻ്റെ പൊന്ന് രേണു, ഇനിയെങ്കിലും ഈ ഒരു അഭിനയം ഒന്ന് നിർത്ത്. ജീവിതത്തിലെ അഭിനയമാണോ അതോ നമ്മളെ കാണിക്കാനുള്ള അഭിനയമാണോ? എന്തിനാണ് ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ പാവങ്ങളാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? ജനങ്ങളൊക്കെ നിനക്ക് വിട്ടികളായിട്ടാണോ തോന്നുന്നത്? നിർത്തി രേണു ഈ നാടകം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ രേണു കാണിക്കുന്ന എല്ലാ നാടകം തന്നെയാണ്. കാരണം പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്കും ഈ അൻഷാദ് പറയുന്ന പോലെ തന്നെയാണ്. കാരണം കേട്ടപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാരണം ഈ നാട്ടുകാരെല്ലാവരും ഒന്നടക്കം രേണുവിനെ വിമർശിപ്പിച്ചപ്പോൾ അയ്യോ രേണുവിന് ഒരു പ്രോബ്ലവും ഇല്ല, ഞാൻ മറ്റേ ഫിയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രീതിയിൽ കയറി വന്ന രേണു, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഈ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നവർ തന്നെയാണ്. അവരെ ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോഴും അവരുടെ മുന്നിലും പറയാണ് നീയൊക്കെ എന്നെ എന്ത് ചെയ്താലും ഞാൻ ഈ എയറിൽ ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കുള്ളൂ, ഒരിക്കലും താഴത്തില്ല എന്ന് പറഞ്ഞവരാണ് രേണു. ആ രേണു ഇന്ന് നിസ്സാര ഒരു പീക്കർ ചെറുക്കൻ്റെ ഒരു വോയിസ് പുറത്തു വന്നു, അല്ലെങ്കിൽ അവൻ്റെ ഒരു വീഡിയോ, ഇവരുടെ ഒരു വീഡിയോ അവൻ പുറത്തു വിട്ടു. ആ കാര്യം പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് രേണു. എൻ്റെ പൊന്നിക കർത്താവേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും അഭിനയം സൂപ്പറാണ്, കലക്കി. അത് നടക്കട്ടെ. എന്തായാലും ആ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ള ദിവസമായിരിക്കാം. ഹോസ്പിറ്റലിൽ പോയി കാണും, അതൊക്കെ സത്യം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ നടക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയണ രേണു, ഈ നാടകം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രേണുവിനെ കയ്യോടെ പൊക്കിയാൽ, ഈ നാടകമെല്ലാം കയ്യോടെ പൊക്കിയാൽ രേണു ശരിക്കും പെട്ടുപോകും. അല്ലെങ്കിൽ രേണു ആരെയാ പേടിക്കുന്നേ? ആ ഒരു പീക്കറി ചെറുക്കനെയോ? അതായത് പീക്കറി ചെറുക്കൻ എന്ന് പറയുന്നത് നമ്മുടെ രേണുസുതിയുടെ വളർത്ത മോനെയോ? ആ ഒരു കുഞ്ഞു ചെറുക്കനെ എന്തിനാ രേണു പേടിക്കണേ? ആ ഒറ്റ ചെറുക്കനെ പേടിച്ചിട്ടാണോ രേണുസുതി ആത്മഹത്യ ചെയ്യാൻ നോക്കിയേ? എൻ്റെ പൊന്നു ദൈവമേ, അപ്പോൾ എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് രേണു? ആ ചെറുക്കൻ്റെ കയ്യിൽ വല്ല രഹസ്യങ്ങളും ഉണ്ടോ രേണുസുതിയെക്കുറിച്ച്? അത് വല്ലതും പുറത്തു വിടുമെന്നുള്ള പേടി വല്ലതും ആണോ?
അല്ല, ഈ ജനങ്ങളെ എല്ലാവരും വട്ടത്തിൽ നിന്ന് ആക്രമിച്ചപ്പോൾ രേണുസുതിക്ക് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാൻ തോന്നിയില്ല. ഈ ഒരു വളർത്തുമൂനെ കണ്ട് പേടിച്ചിട്ട് ഈ ഒരു ആത്മഹത്യ ചെയ്യണോ എങ്കിൽ അപ്പോൾ എന്തോ ഒരു പ്രൂഫ് അവൻ്റെ കയ്യിലുണ്ടാവും അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. രേണുസുതി ശരിക്കും പേടിച്ചിട്ടുണ്ട് കിച്ചുവിനെ. വേറെ എന്താ രേണു ഞാൻ പറയേണ്ടത്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവനൊരു വീഡിയോ ഇട്ടപ്പോൾ സുതി ആ പയർ പോലെ എണീറ്റ്, അത് തലേദിവസം കിടന്ന കിടപ്പൊക്കെ കാണുമായിരുന്നു. എൻ്റെ പൊന്നി, എണീക്കാൻ വയ്യാതെ ഇങ്ങനെ കിടന്നുകൊണ്ട് എനിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞ് രേണുസുതി വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ ഇവിടെ നിന്നൊരു കിടപ്പിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ സുശേഷം പ്രസംഗിക്കാൻ പോവും. അവിടെ നിന്ന് ഞാനിപ്പോഴും എൻ്റെ സ്റ്റേജുകൾ കാണുന്നു, ഞാൻ പ്രസംഗിക്കുന്ന എന്നൊക്കെ പറഞ്ഞപ്പോഴേ സത്യമായിട്ടും ഞാൻ റിയലാണെന്ന് വിചാരിച്ചു പോയി രേണുസുതി. അതൊക്കെ അഭിനയമായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം കിച്ചു ഒരു വീഡിയോ ഇട്ടപ്പോൾ ഈ കർത്താവ് വന്നിട്ട് കൈ പിടിച്ചിട്ട് എണീപ്പിക്കില്ലേ, എണീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എണീക്കുമല്ലോ. അതായത് ഒരു മുടന്തൻ്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് നീ എണീക്ക് മകനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ എണീറ്റു. അപ്പോൾ എണീറ്റ് നടന്നു. അതുപോലെ രേണുസുതി ഈ ചെറുക്കൻ ഒരു വീഡിയോ ഇട്ട ഉടനെ സടകൂടെ എണീറ്റിരുന്നും കണ്ട് പറയുകയാണ്, നീ അങ്ങനെ എനിക്കെതിരെ ചെയ്താൽ ഞാൻ ഇങ്ങനെ നിനക്കെതിരെ ചെയ്യും. നീ അവിടെ സ്റ്റേഷനിൽ ഇവിടെ സ്റ്റേഷനിലൊക്കെ നിന്റെ പേരിൽ നിയമവിരുദ്ധമായ പ്രശ്നങ്ങളുണ്ട്, അന്വേഷിക്കേണ്ടവർക്ക് ചെന്ന് അന്വേഷിക്കാം. അയ്യോ, എന്തൊക്കെയാ രേണു പറഞ്ഞേ? എന്തായാലും എനിക്ക് ഈ ഒരു കിടപ്പിൽ നിന്ന് എണീറ്റ് വന്നേ പറ്റൂ, എൻ്റെ ഋതപ്പന് വേണ്ടിയിട്ട് ഞാൻ എണീറ്റ് വരും എന്ന് പറഞ്ഞ രേണു ആണോ തോന്നിയത്? എൻ്റെ പൊന്നി, നാടകം എന്തായാലും കലക്കി. എനിക്കിഷ്ടമായി നാടകം, സൂപ്പറായിട്ടുണ്ട്. ഇതുപോലെ വേണം രേണുസുതി ഇരിക്കാൻ. പിന്നെ അല്ലാതെ നമ്മൾ ആരാ അല്ലേ? എന്തായാലും നടക്കട്ടെ, എനിക്കിഷ്ടമായി. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എനിക്കത് സൂപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ട്. രേണുസുതി ഒരിക്കലും ചെയ്യില്ല, 100% ഞാൻ പറയാണ്. രേണുസുതി ആത്മഹത്യ ചെയ്യില്ല. അക്കാരണം 100 വട്ടം എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ തന്നെയാണ്. ഒരു ചെറുക്കനെ കണ്ട് പേടിച്ചിട്ട് രേണുസുതി ആത്മഹത്യ ചെയ്തെന്നോ? എന്താ രേണു ഇങ്ങനെയൊക്കെ? തോറ്റോയോ? ഞാൻ തോക്കത്തില്ല, ആരുടെ മുന്നിലും തോൽക്കത്തില്ല എന്ന് പറഞ്ഞ രേണുവാണ് ഈ ചെയ്തത്. എന്തായാലും ഞാൻ ഇതം കൊണ്ട് ഇത് നിർത്തുകയാണ്. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായി പോകത്തില്ല. കാരണം എൻ്റെ ഭാഷകളൊക്കെ ഇനി കുറച്ചും കൂടെ കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വരിക. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ് ചെയ്യുക. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും.